ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇനി ഒരൊറ്റ കപ്പലുകളെ പോലും അനുവദിക്കില്ല എന്നും മുന്നറിയിപ്പ് ലംഘിച്ച് ഇനി ഏതെങ്കിലും ഒരു കപ്പൽ അവിടേക്ക് പ്രവേശിച്ചാൽ വെടിവെച്ചിടുമെന്ന ശക്തമായ ഭീഷണിയായിരുന്നു ഇറാൻ മുഴക്കിയത്. ഇക്കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടക്കാനിരുന്ന 2 ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പിന്നാലെ തന്നെ മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതിന് പിന്നാലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിൽ വലിയ കരുത്തോടുകൂടി തന്നെ ഇന്ത്യ അവിടെ നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. വെടിവെപ്പിനിടയിൽ പോലും ഇന്ത്യയുടെ ചരക്ക് കപ്പൽ ഹോർമൂസ് കടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്മേൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ സംഭവത്തിന് പിന്നാലെ ഇറാനോട് പൂർണ്ണമായും അകലുന്ന നയം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇറാൻ വിഷയം അവിടെ പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ നടന്ന വെടിവെപ്പിനിടയിലും അവിടെ ദേശ് ഗരീമ എന്ന ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടക്കുകയും ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമെന്നും വിഷയം പരിഹരിക്കുമെന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. US സമുദ്ര ഉപരോധം അവസാനിപ്പിക്കാതെ തന്നെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെയാണ് നിരവധി ടാങ്കുകൾ ഹോർമൂസ് കടക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാൻ തീരത്തിന് ചേർന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയും 20 നോട്ടിക്കൽ മൈൽ അകലെയും 3 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ കപ്പലിന് ആക്രമണത്തിൽ കണ്ടെയ്നറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ആക്രമിക്കപ്പെട്ട മറ്റൊരു കപ്പലാകട്ടെ അതൊരു ടാങ്കറാണ്. 3 ആക്രമണങ്ങളാണ് UK മാരിടൈം ഏജൻസി ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തീരം വിട്ടതായും ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി തന്നെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട സൂപ്പർ ടാങ്കറും ഇറാൻ തടഞ്ഞിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടായി സൂചിപ്പിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഇറാൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായുള്ള നാവിക ഉപരോധം പൂർണ്ണ തോതിൽ അവിടെ തുടരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള മുൻ തീരുമാനം ഇറാൻ പിൻവലിക്കുകയും അവിടെ നയതന്ത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചർച്ചകൾക്ക് അവിടെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നും ആരോപണം ഉന്നയിക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ഈ ആരോപിച്ചതിനാൽ തന്നെ ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.